ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വടുകപ്പുളി നാരങ്ങ അച്ചാറിടുന്ന റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന് വടുകപ്പുളി എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുക, ഇനി വേറെ പേരിൽ അറിയപ്പെടുമോയെന്ന് അറിയില്ല. പിന്നെ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ നാരങ്ങ ഇവിടെ ഇങ്ങനെ കുറച്ച് സാമാന്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. എന്നിട്ടതിൽ ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ വലുപ്പത്തിലുള്ള ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ ഉപ്പ് ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കണം. ഈ ഉപ്പൊക്കെ ഒന്ന് ഇതിലേക്ക് മേൽത്തായിലേക്ക് എല്ലാം പിടിക്കണ വരാം. പലരും പറയാറുണ്ട് വടുകപ്പുളി നാരങ്ങ ഇടുമ്പോൾ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഇടുമ്പോൾ ഇത് ഒരിക്കലും കഴിക്കാറില്ല. നമ്മളിത് നുറുക്കുന്ന സമയത്ത് ഒരു കുരു പോലും അതിനകത്ത് കുരു, അതായത് വിത്ത് ഒന്നുപോലും പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഒരു കയ്പും വരില്ല. പിന്നെ വെള്ളമൊന്നും ആക്കാതെ ഉണങ്ങിയ പാത്രങ്ങളിലൊക്കെ എടുത്ത് വൃത്തിയായി വെച്ചാൽ ഒരു കയ്പും ഉണ്ടാവില്ല. അപ്പം ഞാനിതിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 നിമിഷം ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കിത് പാകപ്പെടുത്താം. ഇനി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കായം വറുത്തെടുത്ത് ഞാൻ കായം അപ്പം വറുത്ത് പൊടിക്കുകയാണ് ചെയ്യുക. പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക്, വറ്റൽമുളക്, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 2-3 പറ്റൽമുളക്, ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സമയം ദീർഘിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഇതൊന്ന് നേരത്തെ പറയാതിരുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിൽ കായം പൊടിച്ചത് 1 ടീസ്പൂൺ കായം പൊടിച്ചത് നമുക്ക് ചേർത്തി കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് ചേർത്തി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ നാരങ്ങ അതിലേക്ക് നല്ലപോലെ ഉപ്പ് പൊടിച്ചിട്ടുണ്ട്. ആ ഉപ്പ് മെൽട്ടായ വെള്ളം മാത്രമാണ് അതിലേക്ക് വീഴുന്നത്. അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇനി നമ്മളിത് ചൂടാക്കി ബാക്കി ഒന്നും വേണ്ട. നല്ലപോലെ ഇതിനങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു 3 ദിവസം ഇങ്ങനെ ഇരുന്നാൽ മതി. ആ നാരങ്ങയിലൊക്കെ നല്ലപോലെ പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇത് കേട് വരില്ല. ഒരു ഗ്ലാസ് ജാറിലോ ഭരണിയിലോ ആക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇതിന് നല്ല ടേസ്റ്റാണ്. നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ ചെറുതായി മുറിച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് അച്ചാർ. അതിനേക്കാളും ടേസ്റ്റാണിത്. കുറച്ച് കാലം ഇരിക്കുകയും ചെയ്യും. നല്ലെണ്ണ തന്നെ എടുക്കണം, ഉപയോഗിക്കണം. പിന്നെ നമ്മൾ ഈ മിക്സിയിൽ കായം ഞാൻ അപ്പം പൊടിച്ചെടുക്കണം. നേരത്തെ കൊടുത്ത് പൊടിച്ചെടുത്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുപോലെ ഈ മിക്സിയുടെ ജാറ് എപ്പോഴും നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ നല്ലപോലെ കഴുകി, ഇപ്പോൾ മഴയാണ് അല്ലെങ്കിൽ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ തന്നെ വെയിലത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഈ ജാറുകളൊക്കെ ഒന്ന് വെയിലത്ത് ഉണക്കിയെടുക്കണം. നല്ലതാണ്. സൂര്യപ്രകാശം നല്ലൊരു അണുനാശിനിയാണ്. അതെല്ലാവരും ചെയ്ത്. അതുപോലെ നമുക്ക് എന്തെങ്കിലും പൊടിക്കേണ്ട സമയത്ത് പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാനും അത് നനവില്ലാതിരിക്കുമ്പോൾ ഉപകാരപ്രദമായിരിക്കും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. Okay, thank you for watching.